ഹലോ വെൽക്കം ബാക്ക് ടു ദ പ്ലേയിങ് 11. സോ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ചാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഡൽഹി ക്യാപിറ്റൽ വേഴ്സസ് LSG. എന്താ പറയുക, റിസൾട്ടുകൾ മാറി മറിഞ്ഞ ഒരു മത്സരമായിരുന്നു. ആര് ജയിക്കും ആര് ജയിക്കും എന്നുള്ളൊരു അവസാന ഓവർ വരെ കാത്തിരുന്ന ഒരു മത്സരമാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ചസ് ഇൻ ദ IPL നമുക്ക് വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊരു സൂപ്പർ മാച്ചായിരുന്നു. സോ ലൈവ് ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ മിസ്സാണ് ഈ ഒരു മത്സരം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ LSGയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടീം ആയി ഒരു മൊത്തം ഒരു ടീമായിട്ട് നോക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ഒരു ബാലൻസ് കുറവ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നെങ്കിലും നമ്മൾ പ്രിവ്യൂലും വ്യക്തമായി പറഞ്ഞിരുന്നു. നിറയെ മാച്ച് വിന്നേഴ്സ് ഉള്ള ടീമാണ് LSG. അതായത് മിച്ചൽ മാർഷ്, പൂറൻ, പന്ത്, മാർക്രം, ഡേവിഡ് മില്ലർ പോലുള്ള നല്ല പ്രതിഭാശാലികളായിട്ടുള്ള വൺ ഹാൻഡഡ് ആയിട്ട് ടീമിനെ ജയിപ്പിക്കാൻ പറ്റിയ പ്ലെയേഴ്സാണ് ആ ടീമിലുള്ളത്. ശരിക്കും അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. DC ടോസ് കിട്ടി, ബോളിംഗ് തിരഞ്ഞെടുത്തു. മാർക്കറിന് ഫസ്റ്റ് തന്നെ അവർക്ക് പവർ പ്ലേയിൽ നമുക്ക് വിക്കറ്റ് നേടാൻ ഡൽഹി ക്യാപിറ്റൽസിന് പറ്റിയെങ്കിലും പക്ഷെ അതിനുശേഷം നമ്മൾ കണ്ടത് മാർഷിന്റെയും പൂറന്റെയും ഒരു ബ്രില്യൻ പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിനെ തലങ്ങും വിലങ്ങും ഇട്ടടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു പോയിന്റ് ഗെയിമിലെ ഒരു പോയിന്റിൽ നമ്മൾ വിചാരിച്ചു ഈ ടോട്ടൽ 235 240 എത്തും നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അവരുടെ രണ്ടുപേരും വിക്കറ്റിന് ശേഷം വലുതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ബാക്കിയുള്ള പ്ലെയേഴ്സിനോ ഒന്നിനും സാധിച്ചില്ല. ഋഷഭ് പന്ത് ഡക്കായിട്ട് പുറത്തായി. ഡേവിഡ് മില്ലർ അവസാനം 2 ബോളിൽ 2 സിക്സ് അടിച്ച് 27 റൺ എന്നുള്ള സ്കോറിലോട്ട് എത്തി. ആയുഷ് ബദുവിനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. താക്കൂർ വന്ന് 2 ബോൾ ഡക്കായി പോയി. സോ അവരൊരു 209 എന്നുള്ള ഒരു ഡീസന്റ് ടോട്ടലാണ് LSG പോസ്റ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു 209 ഒരു ഇനഫ് ടോട്ടൽ ആയിരുന്നു ഈ ഒരു ഗ്രൗണ്ടിൽ എന്ന് എനിക്ക് തോന്നി. പക്ഷേ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ DCയുടെ കാര്യങ്ങളും ഇതുപോലെ ശുഭകരമായിരുന്നില്ല. തുടക്കത്തിൽ തന്നെ 2 ഓപ്പണേഴ്സിന് നഷ്ടമായി. നമ്മൾ ഈ പറഞ്ഞത് പോലെ ഷർദുൽ താക്കൂറിന്റെ ഷർദുൽ താക്കൂർ അൺസോൾഡ് ആയി പോവുകയായിരുന്നു ഈ ഒരു മെഗാ ഓപ്ഷനിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷർദുൽ താക്കൂർ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ട്രോളും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു അൺസോൾഡ് ആയി പോകേണ്ട ഒരു പ്ലെയർ ഒന്നും അല്ല ശരിക്കും ഷർദുൽ താക്കൂർ. അയാളുടെ ഒരു കോൺട്രിബ്യൂഷൻ എപ്പോഴും ഒരു വിക്കറ്റ് ടേക്കിംഗ് നീക്കുള്ള ഒരു ബൗളറാണ്. എത്ര റണ്ണ് വഴങ്ങുകയാണെങ്കിലും ഒരു 9-10 എക്കണോമിയിൽ റണ്ണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വിക്കറ്റുകൾ എന്നും ഷർദുൽ താക്കൂർ വീഴ്ത്തും. അതുപോലെ തന്നെ ടീമിന് ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ട് ചില ഗെയിംസിൽ ആവശ്യമുള്ള റണ്ണുകൾ സ്കോർ ചെയ്യാൻ ഷർദുൽ താക്കൂറിനെ കൊണ്ട് പറ്റും. സോ അങ്ങനത്തെ ഒരു പ്ലെയർ എന്താ പറയുക അൺസോൾഡ് ആയി പോകുക എന്നുള്ളത് അത് ശരിക്കും വിഷമമുള്ള കാര്യമായിരുന്നു. സോ വെരി ഹാപ്പി ഫോർ ഷർദുൽ താക്കൂറിന് ഇങ്ങനെ ഒരു തിരിച്ചു വരവ്. വേറൊരു പ്ലെയറുടെ പരിക്ക് മൂലമാണ് ഷർദുൽ താക്കൂർ തിരിച്ച് ഈ LSGയിലോട്ട് സൈൻ ചെയ്ത് വന്നിരിക്കുന്നത്. സോ ഷർദുൽ താക്കൂറിന്റെ ഫസ്റ്റ് ഓവറിൽ തന്നെ അവർക്ക് 2 വിക്കറ്റ് കിട്ടി. ജേക്ക് ഫ്രേസർബർഗിന്റെയും അഭിഷേക് പോറലിന്റെയും. സോ ഒരു നല്ല ജേക്ക് ഫ്രേസർബർഗിന്റെ വിക്കറ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി പ്ലാൻ എടുത്തൊരു വിക്കറ്റ് ആയിരുന്നു. കാരണം ലോങ് ഓണിലാണ് പവർ പ്ലേയിൽ ആള് ഫീൽഡറെ നിർത്തിയത്. കറക്റ്റായിട്ട് ആ ബോൾ ആ സ്പോട്ടിൽ ഇട്ടുകൊടുത്ത് ഫ്രേസർബർഗിനെ കൊണ്ട് അത് അടുപ്പിച്ച് ആ ക്യാച്ച് എടുക്കുകയായിരുന്നു. പവർ പ്ലേയിൽ യെസ് അതേ ഓവറിൽ തന്നെ ഒരു ഷോട്ടിന് കളിക്കാൻ ശ്രമിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ക്യാച്ച് ആയിട്ട് ഔട്ടായി. പക്ഷെ അതിനുശേഷം തുടരെ വിക്കറ്റുകൾ പോയിക്കൊണ്ടേയിരുന്നു. ഒരു സൈഡ് ഡൂപ്ലസിസ് പിടിച്ചു നിന്നെങ്കിലും 29 റണ്ണ് എന്നുള്ള സ്കോറിലോട്ട് ഡൂപ്ലസിസും ഔട്ടായി പോകുന്ന സമയത്ത് ഒരു ടൈമിൽ 88-5 എന്നുള്ള നിലയിലാണ് ഡൽഹി ഉണ്ടായിരുന്നത്. ആ ടൈമിൽ നമ്മൾ വിചാരിച്ചു ഓക്കെ ദ മാച്ച് ഈസ് ഓവർ. സോ ഇനി ഡൽഹിക്ക് ഒരു തിരിച്ചു വരവ് ഉണ്ടാവില്ല. കാരണം 85-5 എന്നുള്ള സ്കോർ എത്തി. ഇനിയും 120 റണ്ണോളം എത്തണം. ഒരു 8 ഓവറിൽ ഒരു 13 റൺസ് പെർ ഓവർ എന്നുള്ള ഒരു റെക്കോർഡ് റൺ റേറ്റിലെല്ലാം ടീം എത്തിയ സ്ഥിതിക്ക് ഇനി ഒരു തിരിച്ചു വരവ് ഡൽഹിയിലോട്ട് സാധിക്കില്ല എന്ന് വിചാരിച്ച സ്ഥലത്താണ് ക്രിസ്ത്യൻ സ്റ്റബ്സിന്റെ അപ്പോഴും ഒരു ചെറിയൊരു ഗ്ലിംസ് ഓഫ് ബ്രില്യൻസ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം വിപ്രജ് നിഗം എന്ന് പറഞ്ഞ ഒരു യങ്സ്റ്റർ വന്നു. ആളുടെ ഒരു ഇന്നിങ്സ് ആണ് സത്യം പറഞ്ഞാൽ ഈ ഗെയിം ചേഞ്ച് ആയത്. യെസ്, അശുതോഷ് ശർമ്മനെ കുറിച്ച് നമുക്ക് പറയാം. അശുതോഷ് ശർമ്മയാണ് ഇത് ഇന്നത്തെ ഒരു മാൻ ഓഫ് ദി മാച്ച്. അദ്ദേഹത്തിന്റെ ഒരു ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ വിപ്രജ് നിഗം എന്നുള്ള ഒരു യങ്സ്റ്ററുടെ ആ ഒരു ഇന്നിങ്സ് ആണ് ശരിക്കും ആ ടീമിനൊരു ട്രസ്റ്റ് കൊടുത്തത്. ഈ കളിയിലോട്ട് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് കൊടുത്തത് ശരിക്കും ആ വിപ്രജിന്റെ ഒരു ഇന്നിങ്സ് ആയിരുന്നു. കാരണം
വിപ്രച്ച് ഒരു 15 ബോളിൽ നിന്നും 39 റണ്ണ് അടിച്ച് ആ ഒരു പെട്ടെന്ന് ആ സ്കോറിംഗ് കയറ്റിയ സമയത്താണ് ഓക്കെ ഈ കളി നമുക്ക് ജയിക്കാൻ കഴിയും എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ആ 88-5 എന്നുള്ള സ്ഥിതിയിൽ നിന്ന് കളി പോയി ഇനി ഡൽഹി തോറ്റു എന്ന സ്ഥിതിയിലോട്ട് എത്തിയതിന് ശേഷം വിപ്രജിന്റെ ഇന്നിങ്സ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഡൽഹി ഇത് ഈസി ആയിട്ട് ചേസ് ചെയ്യുന്ന വിചാരിച്ച സമയത്താണ് വിപ്രജ് ഔട്ടായി പോകുന്നത്. അപ്പോൾ വീണ്ടും LSGയുടെ കളി കയ്യിലോട്ട് ഈ ഗെയിം വരികയാണ്. അതിന് അതിനുശേഷം പിന്നെ മിച്ചൽ സ്റ്റാർക്ക് വന്ന് ഔട്ടായി പോകുന്നു, കുൽദീപ് യാദവ് വന്ന് ഔട്ടായി പോകുന്നു. ആ സമയത്തെല്ലാം അപ്പുറത്തെ സൈഡിൽ നിന്ന് അശുതോഷ് ശർമ്മയുടെ ഒരു ബ്രില്യൻ ഇന്നിങ്സ് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്. പഞ്ചാബിന് വേണ്ടി മാച്ച് വിന്നിംഗ് നോക്സ് കളിച്ച പ്ലെയറാണ് അശുതോഷ് ശർമ്മ. അശുതോഷ് ശർമ്മയെ റീറ്റെയിൻ ചെയ്യണമായിരുന്നു പഞ്ചാബ് എന്നുള്ള അഭിപ്രായങ്ങളായിരുന്നു ഭൂരിഭാഗം ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു പ്രഭ്സിമ്രൻ സിംഗിനെയാണ് അശുതോഷ് ശർമ്മയുടെ മേലെ അവർ റീറ്റെയിൻ ചെയ്തത്. പക്ഷേ അശുതോഷ് ശർമ്മ ആളുടെ വർത്ത് എന്ന് ശരിക്കും കാണിച്ചു തന്നു. ഒരു എന്താ പറയുക, ഒരു ബ്രില്യൻ നോക്ക്. അശുതോഷ് ശർമ്മ അത്രയും അടിച്ച് ജയിപ്പിച്ചു എങ്കിലും കളി ഒരു ശരിക്കും LSGയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കളിയാണ്. എനിക്ക് തോന്നുന്നത് പൂർ ക്യാപ്റ്റൻസി, എന്താ പറയാ, പന്തിന്റെ ഒരു വെരി അൺലക്കി ഡേ തന്നെ ആയിരുന്നു. അൺലക്കി എന്ന് പറയാൻ കഴിയില്ല, ഒരു ബാഡ് ഡേ ആയിരുന്നു സത്യത്തിൽ. കാരണം റൺസ് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത്, പക്ഷെ ആൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഡക്കിൽ ഔട്ടായി. അതിനുശേഷം റൺ ഔട്ട് മിസ്സാവുന്നു. ആള് ഫീൽഡിലുള്ള സമയത്ത് അവസാന ഓവറിൽ ഫസ്റ്റ് പന്തിൽ മോഹിത് ശർമ്മയുടെ സ്റ്റെമ്പിങ് മിസ്. ആ സ്റ്റെമ്പിങ് ചെയ്തിരുന്നെങ്കിൽ കളി കഴിഞ്ഞു. ആ സ്റ്റെമ്പിങ് ചെയ്തിരുന്നെങ്കിൽ LSG ഇന്ന് ജയിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു സ്റ്റെമ്പിങ്, ഒരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു, പാഡിൽ തട്ടിയിട്ട്. ബട്ട് ആ ഒരു സിറ്റുവേഷനിൽ അത് സ്റ്റെമ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ശരിക്കും പന്തിനുണ്ടായിരുന്നു. അത് പന്ത് ചെയ്തില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഷർദുൽ താക്കൂർ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു എന്നുള്ളത്. പക്ഷേ ഷർദുൽ താക്കൂറിന് ആ 2 ഓവറിന് ശേഷം പിന്നെ ഓവർ കൊടുത്തില്ല. അത് എനിക്ക് ഇപ്പോഴും ആലോചിച്ചില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്ന് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. കാരണം ഞാനൊരു 18ാമത്തെ 17ാമത്തെ ഓവറിലായിട്ട് ഷർദുൽ താക്കൂറിനെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഡെത്തോ എറിയാനാണ് എടുത്തു വെച്ചിരിക്കുന്നത് വിചാരിച്ചു. പക്ഷെ ആ സമയത്താണ് ഷഹബാസ് അഹമ്മദിനെ കൊണ്ടുവരുന്നത്. അത്രയും നേരം ബോൾ ചെയ്യാതെ ഷഹബാസ് അഹമ്മദിനെ ലാസ്റ്റ് ഡെത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു. കാരണം എന്തുകൊണ്ട് ഷർദുൽ താക്കൂറിന്റെ അടുത്ത് പോയില്ല എന്ന്. കാരണം ഫസ്റ്റ് ഇന്നിങ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് മോഹിത് ശർമ്മയുടെ സ്ലോവർ വൺസ് വളരെ എഫക്റ്റീവ് ആയിരുന്നു. പക്ഷേ അതേ എഫക്റ്റിൽ ബോൾ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയറുമാണ്, വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറുമാണ് ഷർദുൽ താക്കൂർ. പക്ഷെ എന്തുകൊണ്ടോ ട്രസ്റ്റ് ചെയ്തില്ല ഷർദുൽ താക്കൂറിനെ. സോ അതിനുള്ള പഴി ശരിക്കും ഋഷഭ് പന്ത് കേൾക്കേണ്ടി വരും. ബൗളിംഗ് സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഷർദുൽ താക്കൂർ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ബോൾ ചെയ്തു. മണിമാരൻ സിദ്ധാർത്ഥ് നന്നായിട്ട് ബോൾ ചെയ്തു. കുറച്ച് എക്സ്പെൻസീവായി പോയെങ്കിലും ക്രിസ്ത്യൻ സ്റ്റബ്സിനെ അവരെടുത്ത ബൗൾഡ് വെരി ബ്യൂട്ടിഫുൾ ബോളായിരുന്നു അത്. രവി ബിഷ്ണോയ് വളരെ എക്സ്പെൻസീവ് സൈഡായിട്ടാണ് പോയത്. 2 വിക്കറ്റ് കിട്ടി. പ്രിൻസ് യാദവ് എന്നുള്ളൊരു പുതിയ ബൗളർ നന്നായിട്ട് ബോൾ ചെയ്തു. ആക്ച്വലി ആള് അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്തു. സോ ലക്നൌവിന്റെ സൈഡിൽ നിന്ന് അതായിരുന്നു ഉണ്ടായിരുന്നത്. ഡൽഹിയുടെ സൈഡ് മിച്ചൽ സ്റ്റാർക്ക് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. 3 വിക്കറ്റ് ആൾക്ക് കിട്ടി. അക്സർ പട്ടേൽ ഈ പറഞ്ഞതുപോലെ 3 ഓവർ ചെയ്തുള്ളൂ. 3 ഓവറിന് ശേഷം അക്സർ പട്ടേൽ ബോൾ ചെയ്തില്ല. 1 ഓവർ ബാക്കിയുണ്ടായിരുന്നു. ആ 1 ഓവറാണ് ക്രിസ്ത്യൻ സ്റ്റബ്സ് വന്ന് ചെയ്തത്. ആ ഓവറിൽ 28 റൺ കിട്ടുകയും ചെയ്തത്. എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ നിക്കോളസ് പൂരൻ അവിടെ ഉള്ളതുകൊണ്ട്, ഒരു ലെഫ്റ്റ് ഹാൻഡർ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോ അക്സർ പട്ടേൽ ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് ബോൾ ചെയ്യണ്ട എന്നുള്ള സ്ഥിതിക്ക് കൊടുത്തോണം. പക്ഷെ അതിന് പകരം ഒരു പാർട്ട് ടൈമർ ആയ ഒരു സ്റ്റബ്സിനാണ് ബോൾ ഏൽപ്പിച്ചത്. എനിക്ക് തോന്നുന്നില്ല അക്സർ പട്ടേൽ കണ്ണ് കെട്ടി വന്നെറിഞ്ഞാൽ പോലും അവർ 28 റണ്ണ് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഡിസിഷൻസ് ആണ് കളി വലിയ രീതിയിലോട്ട് ചേഞ്ച് ചെയ്തു പോയത്. ആ ഒരു 28 റണ്ണ് ഓവർ ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഡൽഹിയുടെ ഒരു വിജയം അനായാസകരമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വളരെ ആവേശകരമായിട്ടുള്ള ഒരു മത്സരം. അതിൽ ഡൽഹി LSGയെ പരാജയപ്പെടുത്തി. ഒരു കൺവിൻസിങ് വിക്ടറി എന്ന് ഡൽഹിയോട് പറയാൻ കഴിയില്ല. ഡൽഹിയുടെ മധ്യനിരയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം മാറ്റി അടുത്ത കളിയിലോട്ട് രാഹുലിന്റെ വരവോടുകൂടി അതെല്ലാം മേക്കപ്പ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. LSGയുടെ കേസ് സിമിലർ ആണ്. 1-2 പ്ലേയേഴ്സിന്റെ ബ്രില്യൻസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ടീം പോലെയാണ് എനിക്ക് LSGയുടെ തോന്നുന്നത്. അവരൊരു ടീം ഗെയിം ആയിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. ബൗളിംഗ് വളരെ വീക്കാണ്. വീക്കസ്റ്റ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ ടൂർണമെന്റ് ആയിട്ടാണ് ഞാൻ LSGയെ കാണുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.